ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. മിച്ചം വന്ന ഇഡ്ഡലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലൊരു ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്, നല്ല കുഴിയുള്ളൊരു പാത്രം. എന്നിട്ട് അതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കണം. എടുക്കുന്ന എല്ലാ പാത്രത്തിലും ഇതേ കണക്ക് ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഫുൾ ഒഴിക്കേണ്ട, ആ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാത്തിലും ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആവി കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് കളറിലെ എള്ളാണ് ഇട്ടേക്കുന്നത്. ബർഗർ ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ എള്ള് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ ബ്ലാക്ക് എള്ളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനെ ആവി കയറ്റി എടുക്കണം. അപ്പോൾ 20 മുതൽ 25 മിനിറ്റ് വരെ ആവി കയറ്റണം. കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ടാണ് അത്ര സമയം. നന്നായിട്ട് ആവിയെല്ലാം കയറ്റി കഴിഞ്ഞ് ഇത് തണുത്ത് കഴിഞ്ഞ് ശേഷം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ശരിയായിട്ടുണ്ട്. ഇനി ഇതിൽ ഫില്ല് ചെയ്യാനുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പകുതി പച്ചമുളക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ആ ഓയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ അധികം പൊടികളും ഒന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും സ്പൈസി ചിക്കൻ മസാല ആയതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്തേക്കുന്നത്. സാധാ ചിക്കൻ മസാല ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തേക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റോ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ചും കൂടിയുള്ള ഉപ്പൊക്കെ നേരത്തെ മസാലയിൽ ചേർക്കണം. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്തിരിയും കൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരുന്നോളും. നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഓരോ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഞാനിപ്പോൾ 7 ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ 7 ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ചൊന്ന് പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇഡ്ഡലി വേവിച്ച ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ. ഇതിനെ നമുക്ക് മൈദയുടെ മിക്സിൽ മുക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്ത് അതിലാണെങ്കിലും മുക്കിയെടുത്താൽ മതി. ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിൽ വേണം ഈ കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ആക്കാനായിട്ട്. അത് 2 സെക്കൻഡ് സമയത്തേക്ക് തൊടാനും പോകരുത്. ജസ്റ്റ് കളർ മാറി വരുന്ന സമയത്തെ നമ്മൾ ഇതൊക്കെ മറിച്ചിടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അറേഞ്ച്മെൻറ്റ്സിലേക്ക് പോവാം. ബർഗർ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ആ ഇഡ്ഡലി നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. പതുക്കെ കട്ട് ചെയ്യണം. നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വെച്ച് ഒറ്റ സ്ട്രെസ്സിന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ ബട്ടറിലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബട്ടറിലാണ് ചുടുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മാറ്റിയെടുത്താൽ മതി. അതായിരിക്കും ഇച്ചിരിയും കൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും എടുക്കുന്നുണ്ട്. 2 സൈഡും ചുട്ടെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രഞ്ചി ഫീല് കിട്ടും. അതായിരിക്കും ഇത്തിരി കൂടി ടേസ്റ്റ്. അല്ല ഹെൽത്തിയർ സൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബട്ടറിൽ ചുട്ടെടുത്താൽ മതി. ഇനി സാധാരണ പോലെ നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് എടുത്ത് അതിലേക്ക് ഞാൻ ബർഗർ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കട്ട്ലറ്റും വെച്ചിട്ട് ഒരു കുക്കുംബറും വെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസോ ഓനിയൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. അതിൻ്റെ സെയിം അളവിൽ തന്നെ എടുക്കണമെന്നേ ഉള്ളൂ. അവസാനം ഞാനൊരു ടൂത്ത് പിക്കും കൂടി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ പിസ്സ സോസ് വെച്ചിട്ടും കൂടി ഇതിൻ്റെ ഫില്ലിങ് ചെയ്യുന്നുണ്ട്. സ്പൈസി പിസ്സ സോസാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെസ്വാൻ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ചാലും മതി. നേരത്തെ പോലെ തന്നെ കട്ട്ലറ്റും വെച്ച് ഒരു കുക്കുംബറും വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബർഗർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്